നമസ്കാരം. ഇന്ത്യയുടെ വ്യോമയാന മേഖല കൂടുതൽ വികസന മുന്നേറ്റത്തിന് വേദിയാകാൻ പോവുകയാണ്. രാജ്യത്ത് നിലവിൽ 159 വിമാനത്താവളങ്ങളാണ് പ്രവർത്തിക്കുന്നത്. വരുന്ന 5 വർഷത്തിനുള്ളിൽ 50 വിമാനത്താവള പദ്ധതികൾ കൂടി വികസിപ്പിക്കാനുള്ള പദ്ധതികളാണ് കേന്ദ്രം ആവിഷ്കരിച്ചു വരുന്നത്. ഇതോടൊപ്പം രാജ്യത്തെ ആഭ്യന്തര വിമാന കമ്പനികൾ 1700-ലധികം പുതിയ വിമാനങ്ങൾക്കായുള്ള ഓർഡറും നൽകിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. സമീപ ഭാവിയിൽ രാജ്യത്തെ വ്യോമയാന മേഖലയിൽ വരുവാൻ പോകുന്ന വളർച്ചയാണ് ഇതിലൂടെയെല്ലാം പ്രകടമാകുന്നത്. ഇക്കഴിഞ്ഞ വർഷം ആഭ്യന്തര വിമാനയാത്രക്കാരുടെ എണ്ണത്തിൽ രാജ്യത്ത് വലിയ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഈ വർഷവും ഇതേ നിലയിൽ വിമാനയാത്രികരുടെ എണ്ണത്തിലെ വർധനവ് തുടരുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. നിലവിൽ ഏഷ്യ പസഫിക് മേഖലയിൽ വിമാനയാത്രികരുടെ വളർച്ചാ നിരക്കിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം ചൈനയാണ്. എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിന്റെ കണക്കുകൾ പ്രകാരം ഈ വർഷം കൂടിയേ ചൈന ആ സ്ഥാനത്ത് തുടരൂ. എന്നാൽ 2026 ആകുമ്പോഴേക്കും ഇന്ത്യ വിമാനയാത്രികരുടെ എണ്ണത്തിൽ ചൈനയെ കടത്തിവിട്ടും. ഈ വർഷം ചൈന 12% വിമാനയാത്ര വളർച്ചാ നിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയാകട്ടെ 10.1% വളർച്ചയോടെ ചൈനയ്ക്ക് തൊട്ടുപിറകെയുണ്ട്. 2026 ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 10.5%-ലെത്തുമ്പോൾ ചൈനയുടേത് 8.9%-ലേക്ക് താഴുമെന്നാണ് എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിന്റെ പ്രവചനം. 2026 ഇന്ത്യ ചൈനയെ മറികടക്കും വിധമുള്ള മുന്നേറ്റം രേഖപ്പെടുത്തുന്നതോടെ തുടർന്നുള്ള വർഷങ്ങളിലും ആ കുതിപ്പ് തുടരുമെന്നും എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിന്റെ പ്രവചനം അടിവരയിടുന്നു. 2027 ഇന്ത്യ 10.3% വളർച്ച വ്യോമയാന രംഗത്ത് കൈവരിക്കുമ്പോൾ ചൈനയാകട്ടെ 7.2% വളർച്ച മാത്രമാകും നേടുകയെന്നാണ് ആ റിപ്പോർട്ട് നൽകുന്ന സൂചന. വ്യോമയാന വിപണിയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മത്സരം മാത്രമല്ല ഇതിലൂടെ പ്രകടമാകുന്നത്. ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധേയമായ മുന്നേറ്റമാണ് രാജ്യം നടത്തിവരുന്നത്. 2023-നും 2053-നും ഇടയിലുള്ള 30 വർഷത്തെ കാലയളവിൽ ഇന്ത്യ ലോകത്തിലെ തന്നെ വൻകിട വ്യോമയാന വിപണിയായി മാറുമെന്നും എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ഡിസംബറിൽ രാജ്യത്തെ പ്രതിദിന ആഭ്യന്തര വിമാനയാത്രികരുടെ എണ്ണം 5 ലക്ഷം എന്ന റെക്കോർഡ് നേട്ടത്തിലേക്ക് എത്തുകയുണ്ടായി. കോവിഡ് മഹാമാരിക്ക് ശേഷം 2022 ഏപ്രിൽ 17-നാണ് പ്രതിദിന വിമാനയാത്രക്കാരുടെ എണ്ണം 4 ലക്ഷം കവിഞ്ഞത്. ആ ഞായറാഴ്ച 3137 വിമാനങ്ങൾ സർവീസ് നടത്തിയതിൽ ഓരോന്നിലും ശരാശരി 158 യാത്രക്കാരാണ് ഉണ്ടായിരുന്നതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. 2019-ൽ 1.22 കോടിയായിരുന്ന ആഭ്യന്തര യാത്രക്കാരുടെ സ്ഥാനത്ത് 2024 ഒക്ടോബർ മാസത്തിൽ 1.38 കോടി യാത്രക്കാർ ആഭ്യന്തര സർവീസുകൾ ഉപയോഗപ്പെടുത്തുകയുണ്ടായി. അതായത് കോവിഡിന് മുൻപുള്ള വർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കോവിഡ് അനന്തരം 12.8% വർധനമാണ് ആഭ്യന്തര യാത്രക്കാരുടെ എണ്ണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ വിമാനയാത്രക്കാരുടെ എണ്ണത്തിലുണ്ടാകുന്ന അനുദിന വർധനവ് യഥോചിതം കൈകാര്യം ചെയ്യാനായി വ്യോമയാന ഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനുമുള്ള പുതുപദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. നിലവിൽ ഉത്തർപ്രദേശിൽ രാജ്യത്തെ ഏറ്റവും വലിയ വിമാനത്താവള പദ്ധതി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജവാർ വിമാനത്താവളം അഥവാ നോയിഡ ഇന്റർനാഷണൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം എന്ന ആ പദ്ധതിയിൽ 6 റൺവേകളാകും ഉണ്ടാവുക. പ്രതിവർഷം 12 ദശലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ഈ വിമാനത്താവളത്തിനാകും. ഇതുകൂടാതെ ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഒഡീഷ, രാജസ്ഥാൻ, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലും പുതിയ വിമാനത്താവള പദ്ധതികളുടെ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. ഇത് പ്രധാന വിമാനത്താവളങ്ങളിലെ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനും തിരക്ക് കുറയുന്നതിനും വഴിയൊരുക്കും. മാത്രവുമല്ല വ്യോമയാന രംഗത്ത് ആഗോളതലത്തിൽ സുപ്രധാന രാജ്യമാകാനും ഈ പൊതുപദ്ധതികളിലൂടെ ഇന്ത്യക്കാകും. വാർത്തയുടെ നിറം തേടി തനിനിറം.